സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് തോല് ചെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തോല് ഇഷ്ടമല്ലെങ്കിൽ ചെത്തിക്കളയാം. തോല് ചെത്താതെ കറിയിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് വെള്ളരിക്ക ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. വെള്ളരിക്ക കൊണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ സൂപ്പർ സ്വാദാണ്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. വെള്ളരിക്ക കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിൽ ഒരു സിമ്പിൾ കറിയാണ് ഇത്. മൂന്ന് 4 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം കുക്കർ തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളരിക്കയിൽ പിടിക്കേണ്ട രീതിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ചു വരണം. ഇതിൽ ജീരകമൊന്നും അരക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അരക്കാതെ കറി വയ്ക്കുന്നതാണ് സ്വാദ് കൂടുതൽ. ഇനി തേങ്ങ ഒന്ന് നല്ലതുപോലെ തിളച്ച് വന്നാൽ സ്റ്റൗ ഓഫാക്കി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ തിരിച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട മോര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മോരൊഴിച്ച് വെക്കുന്നത് കൊണ്ട് ഈ കറി നല്ല സ്വാദാണ്. ഞാനിതിലേക്ക് 1 കപ്പ് മോരാണ് ഒഴിച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1 നുള്ളി കടുകും 2-3 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.